നമസ്കാരം. വർഷം 2011 ഫെബ്രുവരി 11. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബാഗ് കണ്ടെത്തി. ആ ബാഗിൽ ഒരു യുവതിയുടെ മൃതശരീരം. കഴുത്ത് ഞെരുക്കിയതിൻ്റെ തെളിവുകൾ അതിലുണ്ട്. പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരേ ഒരു സൂചന മാത്രം. ആ യുവതിയുടെ വയറിൻ്റെ ഭാഗത്ത് പതിപ്പിച്ച മയിലിൻ്റെ ഒരു ടാറ്റു. ആരാണ് കൊലപാതകി? ആരായിരുന്നു മരിച്ച യുവതി? എന്താണ് കാരണം? 8 സംസ്ഥാനങ്ങളിലായി നടന്ന ദ ഗേൾ വിത്ത് ദ പീകോക്ക് ടാറ്റു എന്ന പേരിൽ അറിയപ്പെടുന്ന ത്രസിപ്പിക്കുന്ന ഈ കൊലപാതകത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 2011 നീതു സോളങ്കി എന്ന യുവതി കൊല്ലപ്പെട്ട കൊലപാതക കേസിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ കൊലപാതകി നിയമ സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും വിധിയുടെ ശിക്ഷയെ ഏറ്റുവാങ്ങി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. 2011 ഫെബ്രുവരി 11 സംഭവം നടക്കുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് പുറത്ത് മീന എന്ന പോലീസ് കോൺസ്റ്റബിൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബാഗ് കണ്ടെത്തിയ വിവരം വയർലെസ് സെറ്റിലൂടെ അറിയുന്നു. വിവരമറിഞ്ഞ് കുതിച്ചെത്തിയ പോലീസ് സംഘം ചാക്കിനുള്ളിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കഴുത്തിൽ പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് ഉറുക്കിയ പാടുകൾ കാണാമായിരുന്നു. ആ യുവതിയുടെ കൈകൾ ബന്ധിച്ചിരുന്നു. യുവതിയെ തിരിച്ചറിയുവാൻ യാതൊരു തെളിവും അവശേഷിച്ചിരുന്നില്ല. വയറിൽ മയിലിൻ്റെ ചിത്രം പച്ച കുത്തിയ ഒരു അടയാളം മാത്രം ബാക്കിയുണ്ടായിരുന്നു. പോലീസ് ഇതനുസരിച്ച് പരസ്യം ചെയ്തു. ഇവർ ആരാണെന്നോ എവിടെ നിന്ന് വന്നവരാണെന്നോ യാതൊരു വിവരവും പോലീസിന് ലഭിച്ചില്ല. പോലീസ് ആകെ കുഴഞ്ഞു. മൃതദേഹം കണ്ടെത്തി 2 ആഴ്ച കഴിഞ്ഞിട്ടും കൊല്ലപ്പെട്ട ആളെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടുകൂടി മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഡൽഹി പോലീസിനെ വളഞ്ഞിട്ടാക്രമിച്ചു. സമ്മർദ്ദങ്ങൾക്കിടയിലും യുവതി ആരാണെന്ന് അവകാശപ്പെട്ട് ആരും രംഗത്ത് വന്നില്ല. പോലീസിൻ്റെ കയ്യിൽ ആകെയുള്ളത് പച്ചകുത്തിയ മയിലിൻ്റെ ചിത്രം മാത്രമാണ്. ഇത് മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിച്ചു. അജ്ഞാത മൃതദേഹത്തിന് അവർ ഒരു പേരും നൽകി, ദ ഗേൾ വിത്ത് പീകോക്ക് ടാറ്റു. ലോകം മുഴുവൻ തരംഗമായ ദ ഗേൾ വിത്ത് ഡ്രാഗൺ ടാറ്റു അനുസ്മരിച്ചാണ് ദ ഗേൾ വിത്ത് പീകോക്ക് ടാറ്റു എന്ന പേര് മാധ്യമങ്ങൾ ഇതിന് നൽകിയത്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ആരും വരാതായതോടുകൂടി യുവതിയുടെ മൃതദേഹം പോലീസ് സംസ്കരിച്ചു. പക്ഷേ അതിനടുത്ത ദിവസം നീതു സോളങ്കി എന്ന യുവതിയുടെ പിതാവ് പോലീസിനെ അന്വേഷിച്ചെത്തി. മൃതശരീരത്തിൻ്റെ ഫോട്ടോകളിൽ നിന്നും അദ്ദേഹം തൻ്റെ മകളെ തിരിച്ചറിഞ്ഞു. പാൽ കച്ചവടവും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തിയിരുന്ന കർത്താർ സിംഗ് സോളങ്കിയുടെ 4 മക്കളിൽ മൂത്തയാളായിരുന്നു നീതു സോളങ്കി. പഠിക്കാൻ മിടുമിടുക്കിയായിരുന്നു നീതു. പ്രശസ്തമായ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ലോ ഫാക്കൽറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദം നേടിയ നീതു തുടർന്ന് പഠിക്കുന്നതിന് പകരം ജോലി ചെയ്യുവാനാണ് തീരുമാനിച്ചത്. 3 വർഷം രാജ്യത്തെ മുൻനിര കോൾ സെൻ്ററുകളിൽ നീതു ജോലി ചെയ്തു. 2010 ഒരു ദിവസം നീതു അവൾ ജോലി ചെയ്യുന്ന കോൾ സെൻ്ററിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു. ജോലി ആവശ്യത്തിനായി താൻ സിംഗപ്പൂരിലേക്ക് പോകുകയാണെന്ന് മാതാപിതാക്കളെ അറിയിച്ചിരുന്നത്. മാതാപിതാക്കൾ മകളെ എയർപോർട്ടിൽ കൊണ്ടുപോയി യാത്ര അയക്കുകയും ചെയ്തു. 2011 ഫെബ്രുവരി 11 ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാഗിൽ നീതുവിൻ്റെ മൃതദേഹം കണ്ടെത്തി. പുതിയ വിവരങ്ങൾ ലഭിച്ചതോടുകൂടി പോലീസ് അന്വേഷണം പൂർവാധികം ശക്തമായി ആരംഭിച്ചു. കിട്ടിയ വിവരങ്ങൾക്ക് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പാഞ്ഞു. സിംഗപ്പൂരിലേക്ക് പോവുകയാണെന്ന് നീതു മാതാപിതാക്കളെ അറിയിച്ചത് നുണയായിരുന്നുവെന്ന് ഒടുവിൽ പോലീസ് കണ്ടെത്തി. കൂട്ടത്തിൽ മറ്റൊന്നുകൂടെ അവർ കണ്ടെത്തി. നീതു ഒരു യുവാവുമായി അഗാധമായ പ്രണയത്തിലായിരുന്നു എന്ന്. എയർ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന രാജു ഗെഹ്ലോട്ട് എന്ന ആളുമായാണ് നീതുവിന് പ്രണയമുണ്ടായിരുന്നത്. നീതു സിംഗപ്പൂരിലേക്ക് പോകുന്നു എന്ന് വീട്ടുകാരോട് പറഞ്ഞ സമയത്തു തന്നെയാണ് രാജുവും എയർ ഇന്ത്യയിലെ ജോലി രാജിവെക്കുന്നത്. പിന്നീട് പോലീസ് പറയുന്നത് 2010 ഇരുവരും ആദ്യം പോയത് മുംബൈയിലേക്കാണ്. അവിടെ നിന്നും മാറി കുറേ നാൾ ബാംഗ്ലൂരിൽ താമസിച്ചു. തുടർന്ന് ഗോവയിൽ. കയ്യിലുള്ള പണം അവസാനിച്ചു തുടങ്ങിയതോടുകൂടി ഇരുവരും ഡൽഹിയിലേക്ക് മടങ്ങി. നീതു ഈ സമയത്തൊക്കെ വീട്ടുകാരുമായി വെബ് ക്യാമിലും നേരത്തെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഉപയോഗിച്ച നമ്പറിലുമായിരുന്നു വീട്ടുകാരെ ബന്ധപ്പെട്ടിരുന്നത്. 2010 ഒടുവിൽ ആയപ്പോഴേക്കും മകളുമായുള്ള സംസാരം കുറഞ്ഞു. മകൾ സിംഗപ്പൂരിലായിരുന്നു എന്ന് മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്ന ആ സമയത്ത് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറം നീതു ഉണ്ടായിരുന്നു. ദക്ഷിണ ഡൽഹിയിലെ ആശ്രാം എന്ന സ്ഥലത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡായിരുന്നു ഇവിടെ വീടെടുക്കുവാൻ രാജു ഉപയോഗിച്ചത് എന്ന് പോലീസ് പിന്നീട് തിരിച്ചറിഞ്ഞു. അയൽവാസികളായൊന്നും കാര്യമായ ഒരു ബന്ധവും ഇരുവർക്കും ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ താമസം തുടങ്ങിയതോടുകൂടി ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതി വഷളായി തുടങ്ങി. 2011 ഫെബ്രുവരി 9 നീതുവുമായി സംസാരിക്കുമ്പോൾ
ഇളയ സഹോദരി നീതുവിൻ്റെ നെറ്റിയിൽ ഒരു മുറിവ് കണ്ടു. വീണതാണെന്നായിരുന്നു മറുപടി. 2011 ഫെബ്രുവരി 10 രാത്രിയിലുണ്ടായിരുന്ന വഴക്കിനെ തുടർന്ന് രാജു നീതുവിൻ്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയും തുടർന്ന് കഴുത്തു ഞെരിക്കുകയുമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇതിനിടെ ഡൽഹി പോലീസ് രാജുവിൻ്റെ കസിൻ നവീൻ ഷൊക്കീനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ പോലീസിന് വെളിപ്പെടുന്നത്. കൊലപാതകത്തിൻ്റെ പിറ്റേന്ന് വെളുപ്പിന് നീതുവിൻ്റെ ശരീരം ബാഗിലാക്കി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോറിക്ഷയിൽ രാജു ചെന്നിറങ്ങും. ബാഗ് ഡൽഹിക്ക് പുറത്ത് എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റേഷനിലെ എക്സ്റേ മെഷീൻ കണ്ടതോടുകൂടി ഭയന്ന രാജു ബാഗ് അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു ട്രെയിൻ കയറി ആഗ്രയ്ക്ക് പോയി. അവിടെ നിന്നും പിറ്റേന്ന് നിസാമുദ്ദീനിലുള്ള നവീൻ്റെ ഓഫീസിലെത്തി. ആ സമയത്താണ് കൊലപാതക വിവരം രാജു തൻ്റെ കസിനോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് നവീൻ്റെ പക്കൽ നിന്നും 15,000 രൂപയുമായി രാജു മുംബൈയിലേക്ക് പോയി. പിന്നീട് ആരും രാജുവിനെ കണ്ടിട്ടില്ല. എന്നാൽ രാജു ഇതിനിടയിൽ 15 മൊബൈൽ ഫോണുകളും അത്ര തന്നെ സിം കാർഡുകളും സ്വന്തമാക്കിയിരുന്നു. ഇതുപയോഗിച്ച് വീട്ടുകാരെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ പോലീസിന് ഇത് കണ്ടെത്താനായില്ല, ഒരിക്കലൊഴിച്ച്. നീതുവിൻ്റെ കൊലപാതകി രാജുവാണെന്ന് വ്യക്തമായെങ്കിലും അതിലേക്ക് നയിക്കുന്ന തെളിവുകൾ പോലീസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതിന് രാജുവിനെ പിടികൂടേണ്ടതായി ഉണ്ടായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും രാജുവിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇരുവരും താമസിച്ചിരുന്ന ഡൽഹി, ബാംഗ്ലൂരു, മുംബൈ തുടങ്ങിയിടങ്ങളിൽ നിരവധി റെയ്ഡുകൾ നടത്തി. രാജു മാത്രം എവിടെയോ മറഞ്ഞിരുന്നു. ഒടുവിൽ 2 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് പോലീസ് രാജുവിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഇതിനിടെ അയാൾ ബാങ്കോക്ക്, നേപ്പാൾ എന്നിവിടങ്ങളിലേക്ക് കടന്നതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. രാജുവിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ പോലീസ് നിരീക്ഷണത്തിലായി. എന്നാൽ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് എവിടെയോ അയാൾ മറഞ്ഞിരുന്നു. നീതു കൊല്ലപ്പെട്ടിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞു. 2019 ജൂണിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുഡ്ഗാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരാൾ അതീവ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയ്ക്കായി പ്രവേശിക്കപ്പെട്ടു. രോഹൻ ദഹിയാൻ എന്ന ആളാണ് രോഗി. ഗുഡ്ഗാവിലെ ഒരു വാഹന നിർമ്മാണ കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. രോഗം ഗുരുതരമായി. മരണത്തോടടുത്ത സാഹചര്യത്തിലാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രി കിടക്കയിൽ നിന്നും അയാൾ ഒരിടത്തേക്ക് ഫോൺ വിളിച്ചു. അത് രാജു ഗെഹ്ലോട്ടിൻ്റെ വീട്ടിലേക്കായിരുന്നു. താൻ രാജുവാണെന്ന് അയാൾ വെളിപ്പെടുത്തി. ഇത്രയും നാൾ രോഹൻ ദഹിയാൻ എന്ന വ്യാജ പേരിൽ മറ്റൊരു ജോലിയുമായി ഒളിവിൽ കഴിയുകയായിരുന്നു താനെന്നും അയാൾ വെളിപ്പെടുത്തി. വീട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു. പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള സന്നാഹവുമായി ഡൽഹി പോലീസ് ഗുഡ്ഗാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തി. അവിടെ നിന്നും ഡോക്ടർമാർ നൽകിയ വിവരങ്ങൾ കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തരിച്ചിരുന്നു. പോലീസ് അന്വേഷിക്കുന്ന ആൾ മരിച്ചിരുന്നു. 2019 ജൂൺ 25 ഗുഡ്ഗാവിലെ ആശുപത്രിയിൽ മരിച്ചത് രോഹൻ ദഹിയാൻ അല്ല, രാജു ഗെഹ്ലോട്ടാണെന്ന് തിരിച്ചറിയുന്നതുവരെ. ഒടുവിൽ 8 വർഷത്തിന് ശേഷം ദ ഗേൾ വിത്ത് പീകോക്ക് ടാറ്റു എന്നെഴുതിയ ഫയൽ ക്ലോസ് ചെയ്യുവാനായി ഡൽഹി പോലീസ് കോടതിയെ സമീപിച്ചു. കേസ് അവസാനം കോടതി ക്ലോസ് ചെയ്തു. ഒരു കൊലപാതകി നിയമത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുവെങ്കിലും വിശുദ്ധമായ വിധിയുടെ കയ്യിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാനായില്ല. നീതുവിൻ്റെ ജീവിതം നിലച്ചുപോയെങ്കിലും അവളുടെ കഥ ഒരിക്കലും അവസാനിച്ചില്ല. പക്ഷേ നമ്മോട് മാത്രം ചോദിക്കുന്നു, നീതി എന്നത് എത്ര വൈകിയാലും എത്തുമോ? അതോ ജീവിതം തന്നെ തീർപ്പ് പറയുമോ? മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.